ഇന്നിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. രണ്ടുപേരും സ്കൂൾ വിട്ട് വന്ന പാട് നമ്മുടെ പൂച്ചക്കുട്ടീൻ്റെ ഒപ്പം കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചക്കുട്ടീനെ. എന്നാൽ ഇനൂസിനോ നേരെ തിരിച്ചാണ്. ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവൾ ആദ്യം തന്നെ ഇനൂസിനെ ഒന്ന് പേടിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൂച്ചക്കുട്ടി ഇതുവരെ വലിയ അക്രമകാരിയൊന്നും അല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം കിച്ചണിൽ കയറിയിട്ട് ഉച്ചക്കത്തെ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. വെണ്ടക്ക കറിയായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. കാരണം കുഞ്ഞാക്കന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നിട്ടില്ലായിരുന്നു. ആളെത്തിയപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കറിയൊക്കെ ചൂടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ തറവാട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബോക്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. സംഭവം നമുക്ക് കറിവേപ്പിലയൊക്കെ 1-2 ആഴ്ച വരെ കേടുകൂടാതെ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ടിഷ്യൂ പേപ്പറൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഇതാ കറിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ ആൾക്കുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 4 മണി നേരത്തെ നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ കുഞ്ഞാക്കാക്ക് ചോറിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ചായയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊതുവേ നമ്മൾ കെറ്റിലുള്ള ചായയാണ് റെഡിയാക്കി എടുക്കാറുള്ളത്. ചിലവർക്കൊന്നും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആളുടെ ഒപ്പം ചോറ് കഴിക്കുമ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനും കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇനിയിപ്പോൾ ഡിന്നറിനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് വെക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ കുട്ടികൾക്കും വേണ്ട കെട്ടിയവനക്കും വേണ്ട ബീഫ് ഇന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ചപ്പാത്തിയും നമുക്ക് വെജിറ്റബിൾ കറിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കോളിഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത് ഞാൻ എയർ ഫ്രയർ തന്നെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ചപ്പാത്തിക്കുള്ള മാവും കൂടെ കുഴച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ എന്താ എണ്ണാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് കഴുകാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ വേഗം ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി റെഡിയാക്കി എടുക്കാറ്. ഇതുവരെ എൻ്റെ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരടുപ്പത്ത് ചപ്പാത്തിയും ചുട്ടെടുക്കുക, അപ്പുറത്ത് പിന്നെ കറിയും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മക്കൾക്ക് വൈകുന്നേരം ആയാൽ പഠിപ്പിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മഗ്‌രിബിൻ്റെ മുമ്പ് നമ്മുടെ ചോറിൻ്റെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ അങ്ങ് തീർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കറി ഒരു ഭാഗത്താവുന്നുണ്ട്. ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോളിഫ്ലവറും അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, കാരണം നമുക്ക് കറിയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കറിക്കൊരു ഇത്തിരി എരി കൂടിയപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊരു കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അതുപോലെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.